ഇന്ന് വേൾഡ് സ്പാറോ ഡേ, ലോക അങ്ങാടിക്കുരുവി ദിനം. അങ്ങാടിക്കുരുവികളുടെ സംരക്ഷണം ലക്ഷ്യം വെച്ച് ജനങ്ങളെ അവബോധം വളർത്തുവാനായി ആചരിക്കുന്ന ദിനമാണ് വേൾഡ് സ്പാറോ ഡേയ്സ്. കുരുവികൾക്കൊരു ദിനം എന്ന ആശയമായി ആദ്യം മുന്നോട്ട് വന്നത് നേച്ചർ ഫോർ അവർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനായ മുഹമ്മദ് ദിലാവറാണ്. 2009 അദ്ദേഹം വേൾഡ് സ്പാറോ ഡേക്ക് തുടക്കമിട്ടു. പിന്നീട് നേച്ചർ ഫോർ അവർ സൊസൈറ്റി ഓഫ് ഇന്ത്യയും ഫ്രാൻസിലെ എക്കോസിസ് ആക്ഷൻ ഫൗണ്ടേഷനും ചേർന്ന് 2010 ആദ്യമായി വേൾഡ് സ്പാറോ ഡേ ആഘോഷിച്ചു. ഇതിനെക്കുറിച്ച് അവബോധം വളർത്തുവാനായി നേച്ചർ ഫോർ അവർ സൊസൈറ്റി ഒരു വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ലോകത്തെമ്പാടും 50ഓളം രാജ്യങ്ങളിൽ വേൾഡ് സ്പാറോ ഡേ ആഘോഷിക്കാറുണ്ട്. ലോകത്തെല്ലായിടത്തുമായി 43 ഇനം കുരുവികളുണ്ട്. ലോകത്തെ ഏറ്റവും അധികം പ്രദേശങ്ങളിൽ കാണുന്ന കിളിയാണ് അങ്ങാടിക്കുരുവി. ഇറക്കിളി, അരിക്കിളി, അന്നക്കിളി, വീട്ടുകുരുവി എന്നീ പേരുകളിലൊക്കെ ഇവരറിയപ്പെടുന്നു. മനുഷ്യവാസമുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമാണ് ഇവർ കൂടുതലായി കാണുന്നത്. വംശനാശത്തിലേക്ക് പോകുന്ന കുരുവികളുടെ സംരക്ഷണം, അവർക്ക് വേണ്ടി നഗരങ്ങളിൽ കൂടൊരുക്കുക, ഫുഡും വെള്ളവും ഒരുക്കുക എന്നിവയെല്ലാമാണ് ലോക കുരുവി ദിനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ധാന്യങ്ങളുടെയും കളകളുടെയും വിത്തുകളും ചെറുപ്രാണികളുമാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഇപ്പോൾ ഇവരുടെ എണ്ണത്തിൽ വളരെയധികം കുറവ് വന്നിട്ടുണ്ട്. അതിവരുടെ ആവാസ വ്യവസ്ഥയിലുള്ള മാറ്റവും ഭക്ഷണങ്ങളുടെ ലഭ്യത കുറവും പാർപ്പിടങ്ങളുടെ അഭാവമെല്ലാമാണ്. പഴയ കെട്ടിടങ്ങൾ ഇവർക്ക് കൂടുവെക്കാൻ അനുയോജ്യമായിരുന്നു. പുതിയ കെട്ടിടങ്ങൾ ഇവർക്ക് അനുയോജ്യമല്ല. ഈ അങ്ങാടിക്കുരുവിയുടെ വീഡിയോ എല്ലാം ഞങ്ങൾ പകർത്തിയത് ഇരാറ്റുപേട്ട ടൗണിൽ നിന്നാണ്. ബാപ്പി പറയാറുണ്ട്, പണ്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇവരുടെ സംരക്ഷണത്തിനായി നമ്മളാൽ കഴിയുന്ന നമുക്ക് ചെയ്യാം. നമ്മളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇവരെയൊക്കെ സംരക്ഷിക്കാൻ? നമുക്ക് ചെറിയ കൂടുകളൊക്കെ ഇവർക്ക് വേണ്ടി വെച്ചു കൊടുക്കാം. പണ്ട് കാലത്തൊക്കെ തടികൾ കൊണ്ടുള്ള കടകളായിരുന്നു കൂടുതൽ. അപ്പോൾ ഇവർക്ക് കൂട് വെക്കാനൊക്കെ ഒരുപാട് സൗകര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഷട്ടറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഷട്ടറിനകത്ത് ഇവർ കൂടൊക്കെ വെക്കാറുണ്ട്. വലിയ ബിൽഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കൂട് വെക്കാനുള്ള സൗകര്യങ്ങൾ കുറഞ്ഞു. നമ്മളാൽ കഴിയുന്ന പോലെ കൂടൊക്കെ വെച്ചു കൊടുത്ത് ഇവരെ സഹായിക്കണം. ചെറിയ ധാന്യങ്ങളും ഭക്ഷണങ്ങളും ഇവർക്ക് വിതരണം ചെയ്യണം. നമ്മുടെ പ്രകൃതിക്കും നമുക്കും എല്ലാം ആവശ്യമാണ് ഇവരെയെല്ലാം. ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ.